സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ച് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണം, സാമ്പത്തിക സഹായം ഉറപ്പാക്കണം, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയോഗിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹം. ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ആരംഭിക്കുമെന്ന് ഹർഷീന പറഞ്ഞു. ഹർഷീനയുടെ ചികിത്സാ ചെലവ് UDF ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മേഘന, പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. ക്രിസ്റ്റീന, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന സത്യാഗ്രഹവുമായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഹർഷീന എത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്തേക്ക്. അതിൽ പ്രധാനമായും ഹർഷീനയുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നതും 2017 ഒരു പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക കുടുങ്ങുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും, അത് 8 വർഷത്തിനപ്പുറത്തേക്ക് കഴിഞ്ഞിട്ടും നീതി തേടി താൻ അലയേണ്ടി വരുന്നത് ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്തേക്ക് എത്തിയിട്ടും ഇതുവരെ ഒരു നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഹർഷീന പറയുന്നത്. അതിൽ ആവശ്യങ്ങൾ എന്ന് പറയുന്നതും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണം, അതുപോലെ തന്നെ സാമ്പത്തിക സഹായം ഉറപ്പാക്കണം. ഇപ്പോൾ കോടതിയിൽ കേസ് നടക്കുകയാണ്, അതിലൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയോഗിക്കണം എന്നിവയാണ് ആവശ്യങ്ങൾ. അതിൽ സർക്കാരിന് ഇതുവരെ നീതി ലഭിച്ചില്ല. അത് ആരോഗ്യമന്ത്രി അടക്കം ഇത്തരത്തിൽ ഒരു സഹായം ഉറപ്പാക്കാമെന്ന് വാക്ക് നൽകിയിരുന്നു. പക്ഷേ ആ വാക്ക് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കും നീതി ലഭ്യമാക്കാനായി പോകുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഹർഷീന ആവശ്യപ്പെടുന്നുണ്ട്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്തത് VD സതീശനാണ്, പ്രതിപക്ഷ നേതാവാണ്. അതിൽ പ്രധാനമായും ഇപ്പോൾ UDFന്റെ ഭാഗത്തുള്ള ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഹർഷീനയുടെ മുഴുവൻ ചികിത്സാ ചെലവും, അത്യാവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ ചെലവും ഏറ്റെടുക്കുമെന്നുള്ളതാണ്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.